ജീവനക്കാരുടെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. ശമ്പളം സമയത്ത് കിട്ടുന്നില്ല. 9 വർഷമായിട്ട് ഡി എ പൂജ്യമാണ്. ₹1 പോലും, 1% പോലും ഡി എ കൊടുക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കുറച്ചു വർഷങ്ങളായി ഇതാണ് KSRTCയിലെ സ്ഥിതി. പലപ്പോഴും ജോലിയെടുക്കുന്നവന് കൃത്യമായ വേതനം ലഭിക്കുന്നില്ല എന്ന ആരോപണങ്ങളും പരാതികളും 4 വാർഡിൽ നിന്നും ഉയരുകയാണ്. കാസർഗോഡ് ജില്ലയിലെ മലയോരത്തെ പൂർണ്ണമായും പ്രധാന പട്ടണങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഈ ബസ്സുകൾ ഓടാതിരുന്നാൽ നാട്ടുകാർക്കുണ്ടാകുന്നത് കനത്ത നഷ്ടമാണ്. അമിത ജോലിഭാരവും പെൻഷൻ പ്രായത്തിനോട് അടുപ്പിച്ചുള്ള ട്രാൻസ്ഫറുകളുമെല്ലാം ഇവരുടെ ജീവിതം നരകതുല്യമാക്കി മാറ്റി. ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തവരുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ തൊഴിൽ മേഖലയിലുണ്ടായിട്ടുള്ള ജോലിയിലുണ്ടായിട്ടുള്ള സമ്മർദ്ദവും ഈ ശമ്പളം സമയത്ത് കിട്ടാത്തതും ഡി എ കിട്ടാത്തതും ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഈ ജീവനക്കാരുടെ മരണത്തിന് കാരണം. ഏതാണ്ട് 340ഓളം ജീവനക്കാർ ഈ കഴിഞ്ഞ 9 വർഷത്തിനിടെ മരണപ്പെട്ടു. കൂടുതൽ പ്രതികരണങ്ങൾക്കായി ശ്രമിച്ചെങ്കിലും പലരും അച്ചടക്ക നടപടി ഭയന്ന് രംഗത്ത് വന്നില്ല. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ പ്രതിസന്ധികളാണ് ഇത്തരത്തിൽ KSRTCയെ പിന്നോട്ടേക്കടിച്ചതെന്നാണ് ഭരണാനുകൂല സംഘടനകളുടെ നിലപാട്. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തെ രാഷ്ട്രീയ വെല്ലുവിളികളുടെ വേദിയാക്കി മാറ്റാതെ ജീവനക്കാരുടെ ക്ഷേമം കൂടി ഉറപ്പുവരുത്താനാണ് അധികൃതർ തയ്യാറാവേണ്ടത്. കാസർഗോഡ് നിന്നും സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.